ഫെബ്രുവരി 14 മുതൽ 20 വരെ ഞങ്ങളുടെ എടപ്പാൾ ഷോറൂമിൽ മനസ്സിനിണങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനു പുറമെ ട്രെൻഡി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു. പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് പട്ടാമ്പിയിൽ നടന്നു. 300-ലേറെ പരാതികളാണ് അദാലത്തിന് മുൻപാകെ പരിഗണനയ്ക്കെത്തിയത്. വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളായിരുന്നു അദാലത്തിന് മുന്നിലെത്തിയത്. പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് താലൂക്ക് തലത്തിൽ പരാതി പരിഹാര അദാലത്തുകൾ നടത്തിവരുന്നത്. കഴിഞ്ഞ മാസം നടത്താനിരുന്ന പട്ടാമ്പി താലൂക്ക് തല പരാതി പരിഹാര അദാലത്താണ് തിങ്കളാഴ്ച പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടത്തിയത്. കരുതലും കൈത്താങ്ങും എന്ന പേരിൽ കൂടിയാണ് താലൂക്ക് തല അദാലത്തുകൾ നടത്തിവരുന്നത്. അദാലത്തിൽ ആകെ 890 പരാതികളാണ് ലഭിച്ചത്. ഇതിൽ 414 പരാതികൾ നേരത്തെ ഓൺലൈൻ മുഖാന്തരവും അക്ഷയ സെന്ററുകൾ എന്നിവ മുഖാന്തരവുമാണ് ലഭിച്ചത്. 476 പരാതികൾ അദാലത്ത് സജ്ജീകരിച്ച കൗണ്ടറുകളിൽ തത്സമയം ലഭിക്കുകയും ചെയ്തു. ഇതിൽ 321 പരാതികൾക്ക് തീർപ്പാക്കി. തത്സമയം ലഭിച്ച പരാതികൾ പരിഹരിക്കുന്നതിനായി ജില്ലാ കളക്ടർ മുഖേന ബന്ധപ്പെട്ട വകുപ്പിലേക്ക് അയക്കാനാണ് തീരുമാനിച്ചത്. ഉദ്യോഗസ്ഥലത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത പരാതികൾ സർക്കാരിലേക്ക് കൈമാറും. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ ഓട്ടോത്തിൽ വെച്ചായിരുന്നു അദാലത്ത് നടത്തിയത്. മന്ത്രി MP രാജേഷ് മുഖാന്തരമായിരുന്നു പരാതികളുടെ പരിഹാരം. ഉപയോഗിക്കാത്ത വള്ളത്തിന് 7612 രൂപ വാട്ടർ അതോറിറ്റിയിൽ നിന്നും ബിൽ ലഭിച്ചെന്ന പരാതിയുമായാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മോഹൻ നിവാസിൽ സി അച്യുതൻ അദാലത്തിലെത്തിയത്. 2021 മുതൽ 24 വരെയുള്ള കാലയളവിലെ തുക ഒഴിവാക്കി 6211 രൂപ ഇളവ് അനുവദിക്കുവാൻ മന്ത്രി MP രാജേഷ് അദാലത്തിൽ നിർദ്ദേശം നൽകുകയും ചെയ്തു. വവ്വാൽ കൂട്ടങ്ങളുടെ ശല്യം, റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റേണ്ടതുമായി ബന്ധപ്പെട്ട പരാതികൾ, ഭിന്നശേഷിക്കാരുടെ പരാതികൾ ഉൾപ്പെടെ വ്യക്തിപരവും അല്ലാത്തതുമായ നിരവധി പരാതികൾ അദാലത്തിന് മുന്നിലെത്തി.